കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ പിളർപ്പ് ഉറപ്പായി. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പുതിയ കേരള കോൺഗ്രസ് രൂപീകരിക്കും. ഫ്രാൻസിസ് ജോർജിനെ കൂടാതെ ജോസഫ് ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളായ ആന്റണി രാജു, ഡോക്ടർ കെ.സി. ജോസഫ്, പി.സി. ജോസഫ് എന്നിവരും നേതൃനിരയിൽ എത്തും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പിളർപ്പുറപ്പാക്കി പ്രബല നേതാക്കൾ പാർട്ടി വിടുന്ന കാര്യത്തിൽ ധാരണയിലെത്തി. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ആലോചന. ജോസഫ് വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളായ ആന്റണി രാജു, കെ.സി. ജോസഫ്, പി.സി. ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇതോടെ മാണി ഗ്രൂപ്പിനുള്ളിലെ ജോസഫ് വിഭാഗം ദുർബലമാകും. വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ് മാത്രമാണ് കേരള കോൺഗ്രസ് എമ്മിൽ തുടരുക. ജോസ് കെ മാണി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു, ജോസ് കെ മാണിക്ക് വേണ്ടി പ്രധാന നേതാക്കളെ അവഗണിക്കുന്നു, ഇനി തുടരാനാകില്ല എന്ന നിലപാടാണ് പുറത്തുവരുന്ന നേതാക്കൾ സ്വീകരിക്കുന്നത്. പ്രത്യേക ഘടകകക്ഷിയായി UDF-ൽ തുടരാനുള്ള ശ്രമം ജോസഫ് വിഭാഗം നടത്തിയിരുന്നെങ്കിലും മാണി അനുവദിച്ചില്ല. UDF നേതൃത്വത്തിൽ KM മാണി കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പുതിയ പാർട്ടി രൂപീകരിച്ച് UDF വിടാനുള്ള ജോസഫ് വിഭാഗം നേതാക്കളുടെ തീരുമാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP കോൺഗ്രസ് വെള്ളാപ്പള്ളി കൂട്ടുകെട്ടിന് വഴിയൊരുങ്ങുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അതിനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതിനുള്ള തെളിവാണ് മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളി പുകഴ്ത്തിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു. MLA സ്ഥാനം രാജിവെച്ച് കോവൂർ കുഞ്ഞുമോൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച RSP ലെനിനിസ്റ്റിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു പിണറായി. വെള്ളാപ്പള്ളിയും കോൺഗ്രസും BJPയും ചേർന്നുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന് കേരളത്തിൽ കളമൊരുക്കുന്നതായും അതിൻ്റെ തെളിവാണ് മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളി പ്രശംസിച്ചതെന്നും പിണറായി പറഞ്ഞു. RSSനെ പ്രീണിപ്പിക്കാൻ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വലിയ ശ്രമം നടത്തുന്നു. രണ്ടു കൂട്ടർക്കും പരസ്പരം ഒരു കൈത്താങ് വേണം എന്ന ചിന്തയാണ് ഈ പ്രീണനത്തിനിടയാക്കുന്നത്. അടുത്ത ദിവസം വെള്ളാപ്പള്ളി പരസ്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്നതാണ്. അങ്ങനെ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ് തെറ്റിദ്ധരിക്കേണ്ട. ഒരു ബാന്ധവം ഏതു തരത്തിൽ സ്ഥാപിക്കാനാകും എന്നതിന് രഹസ്യമായ ഒട്ടേറെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന് മുന്നിൽ നിൽക്കാൻ താൻ തയ്യാർ എന്ന പ്രഖ്യാപനമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ജീർണതയുടെ പര്യായമായി UDF-ൽ നിന്നും പുറത്തുവരാൻ നിങ്ങൾ കാണിച്ച ധൈര്യത്തെ പ്രശംസിക്കുന്നതായി പിണറായി പറഞ്ഞപ്പോൾ പ്രവർത്തകർ കരഘോഷം മുഴക്കി. കോവൂർ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു, ജോർജ് സെബാസ്റ്റ്യൻ, തോപ്പിൽ സായി, അമ്പലത്ര ശ്രീധരൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സീറ്റ് വിഭജനം UDF-ൽ കീറാമുട്ടിയാകുന്നു. കൊല്ലത്ത് ഘടകകക്ഷികളിൽ RSPക്ക് മാത്രമേ സീറ്റ് നൽകൂവെന്ന് DCC പ്രസിഡന്റ് അറിയിച്ചു. 11 മണ്ഡലങ്ങളിൽ 3 സീറ്റ് RSPക്കും 8 സീറ്റ് കോൺഗ്രസിനുമാണെന്ന് DCC പ്രസിഡന്റ് ഏഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. കൊല്ലത്തെ പാർട്ടിയെ സംബന്ധിച്ചോളം അവിടെ UDF-ൽപ്പെട്ട 3 കക്ഷികൾ, RSPക്ക് 3 സീറ്റ്, ചവറ, ഇരുവീരം, കുന്നത്തൂർ, അവരുടെ കയ്യിലിരിക്കുന്ന 3 സീറ്റ് അത് അവർക്ക് തന്നെ യുക്തമായി ഉപയോഗിക്കാവുന്ന കാഴ്ചപ്പാടാണ് നമ്മുടെ പാർട്ടിക്കും കൊല്ലം ജില്ലാ UDF-നും ഉള്ളത്. അപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അക്കാര്യത്തിൽ വളരെ വ്യക്തമായി അതിൽ തർക്കമുണ്ടാക്കേണ്ട എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി 8 സീറ്റാണ് അവശേഷിക്കുന്നത്. ഈ 8 സീറ്റ് കോൺഗ്രസിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റിനായി മുസ്ലിം ലീഗും പിടിമുറുക്കുന്നു. തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു. RSPക്ക് വേണ്ടി ഇരവിപുരം വിട്ടുകൊടുക്കേണ്ടെന്നാണ് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. 1980 മുതൽ തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിക്കുന്ന ഇരവിപുരം സീറ്റ് ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണെന്നാണ് കൊല്ലത്ത് ചേർന്ന ലീഗ് മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു നീക്കുപോക്കിനും നേതൃത്വം വഴങ്ങരുതെന്ന് ഭാരവാഹികൾ നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. മണ്ഡലം കൊല്ലം ജില്ലയിൽ ഇരവിപുരം നിയോജക മണ്ഡലമാണ് 80 മുതൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് കൂടി തീരുമാനിച്ചാൽ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ മറ്റിടത്ത് നിരോധിക്കും. മുമ്പ് ലീഗിന് 2 സീറ്റുണ്ടായിരുന്നു. ഇപ്പോഴും കോൺഗ്രസിന്റെ UDF-ന്റെ ഭാഗത്ത് 3-4 സീറ്റ് ഒഴിവുണ്ട്. അതുകൊണ്ട് ലീഗിന് 2 സീറ്റ് കിട്ടണം കൊല്ലം ജില്ലയിൽ. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റി ഇരവിപുരം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞത്. 1980 2 മണ്ഡലത്തെ നമ്മൾ മത്സരിച്ചത് ചടയമംഗലം, ഇരവിപുരം. പക്ഷേ ആ ചടയമംഗലത്തിൽ നമ്മൾ 80 കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല.
അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 2 സീറ്റിലാണ് നമ്മൾ മത്സരിച്ചത്. വെസ്റ്റിലും മത്സരിച്ച് കഴക്കൂട്ടും. ഈ 2 മണ്ഡലം ഒന്ന് മാറിക്കൊടുത്തപ്പോൾ ആ 2 മണ്ഡലം പോയതുപോലെ ഇനി കൊല്ലത്ത് അങ്ങനെ ഒരു മണ്ഡലം പോകാൻ പാടില്ല. മാത്രമല്ല തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യവും ലീഗ് ഉന്നയിക്കും. അതേസമയം ഇരവിപുരത്ത് RSP മത്സരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി A. അസീസ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജയസാധ്യതയില്ലാത്ത ഏതെങ്കിലും മണ്ഡലം നൽകി ലീഗിനെ ഒതുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. RSP UDF-ൽ എത്തിയതോടെ കൊല്ലത്ത് ലീഗിനെതിരെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ കാലുവാരിയതും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദുർബലപ്പെടുത്താനാണെന്നും ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇരവിപുരം സീറ്റ് വിട്ടു നൽകുന്ന കാര്യം UDF-ൽ ചർച്ച ചെയ്യുമെന്ന് കുഞ്ഞാലിക്കുട്ടി. സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യം UDF ആണ് ചർച്ച ചെയ്യേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒരു സ്വന്തം അഭിപ്രായം എടുത്ത് പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ. UDF-ൽ അതിൻ്റെ ഗുഡ് സ്പിരിറ്റിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യും. ഞങ്ങൾ അനാവശ്യമായി തർക്കങ്ങളും ബഹളങ്ങളും ഒന്നും ഉണ്ടാക്കുന്ന പാർട്ടി അല്ലല്ലോ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ആരോഗ്യകരമായ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും. ഞങ്ങൾ UDF-ൽ വളരെ ആരോഗ്യമായ ചർച്ച നടത്തി തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ലീഗിനുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകുന്ന പതിവ് പരിപാടി പറ്റില്ലെന്ന് ജനതാദൾ U. പുറത്തുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. പതിവായി തോൽക്കുന്ന സീറ്റുകൾ വെച്ചുമാറണമെന്ന് ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ ആവശ്യപ്പെടുമെന്ന് വർഗീസ് ജോർജ് പീപ്പിളിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ നൽകുന്ന പതിവ് പരിപാടി അംഗീകരിക്കില്ലെന്ന നിലപാട് JDU UDF നേതൃത്വത്തെ അറിയിക്കും. പതിവായി തോൽക്കുന്ന മട്ടന്നൂർ, ഏലത്തൂർ, നേമം തുടങ്ങിയ മണ്ഡലങ്ങൾ വേണ്ട. ഇതിനു പകരം കൊച്ചിയിലോ ആലപ്പുഴയിലോ സീറ്റുകൾ നൽകണമെന്ന് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടിയ 6 സീറ്റുകളിൽ 3 സീറ്റുകൾ തീരെ ജയസാധ്യതയില്ലാത്ത സീറ്റുകളായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ മുന്നണിയിൽ താമസിച്ചു എന്നതുകൊണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആദ്യം ജയിക്കുന്ന സീറ്റുകളിൽ ചിലതാണ് ഞങ്ങൾക്ക് തന്നത്. 70-80 സീറ്റ് മത്സരിക്കുന്ന ഒരു വലിയ പാർട്ടി തോക്കുന്ന 7-8 സീറ്റ് മത്സരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ 6 സീറ്റ് മത്സരിച്ചൊരു പാർട്ടി നേരെ പകുതി സീറ്റുകളിൽ വിജയസാധ്യതയില്ലാത്ത സീറ്റുകളിൽ മത്സരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണം. മുന്നണി വിട്ടുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. കുറച്ച് സീറ്റുകൾ ഇപ്പോൾ UDF-ൽ പുതുതായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. ചില ഘടകകക്ഷികൾ UDF വിട്ടുപോയതുകൊണ്ട് ആ സീറ്റുകൾ ആനുപാതികമായി ഞങ്ങളുടെ പാർട്ടി കൂടി വീതിച്ചു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. നിയമത്തിനു പകരം തിരുവനന്തപുരത്ത് മറ്റൊരു മണ്ഡലം നൽകണമെന്നും JDU ആവശ്യപ്പെട്ടു. ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ JDU നിലപാടറിയിക്കും. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് പിന്നീട് തീരുമാനിക്കുമെന്ന് VS അച്യുതാനന്ദൻ. മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു VS. തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചാണ് ചൊവ്വാഴ്ച നടക്കാൻ പോണ അതെല്ലാം പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കർദിനാൾ മാർ ക്ലീമിസ് കാത്തോലിക്ക ബാവ. സംവരണ വിഷയത്തിൽ വാഗ്ദാനം നൽകി ഉമ്മൻചാണ്ടി വഞ്ചിച്ചു. കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ UDF മുട്ടുമടക്കി. നീതി നിഷേധിക്കപ്പെട്ടവന്റെ പക്കൽ ഇപ്പോഴും വോട്ടവകാശമുണ്ടെന്ന് മുഖ്യമന്ത്രി ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമങ്ങാട് വൈദിക ജില്ലാ സഭാ സംഗമത്തിൽ സംസാരിക്കുകയാണ് മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയസ് ക്ലിമീസ് കാതോലിക്ക ബാവ. ക്രിസ്ത്യൻ നാടാർ സംവരണ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും സർക്കാരിനുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത നാടാർ സമുദായ സംവരണം നടപ്പാക്കാതെ സർക്കാർ കടുത്ത വാഗ്ദാന ലംഘനമാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി നാടാർ സമുദായത്തിലെ സംവരണമില്ലാത്തവരെ വഞ്ചിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടുന്നത്, പ്രിയപ്പെട്ട ഭരണാധികാരികളെ, നിങ്ങൾ എന്തിന്റെ കാരണം പറഞ്ഞാണ് ഈ സംവരണം ഈ പാവപ്പെട്ട ജനതയ്ക്ക് നിഷേധിക്കുന്നത്? അതെന്നെ ബോധ്യപ്പെടുത്തണം. ഈ സർക്കാർ 5 വർഷമായി തുടർച്ചയായി നൽകി വന്നിരുന്ന വാഗ്ദാനം അവസാനത്തെ 5 ദിവസത്തിന് മുൻപ് എന്തുകൊണ്ട് നിഷേധിച്ചു എന്നറിയാൻ നീതി നിഷേധിക്കപ്പെട്ട നാടാർ സമുദായത്തിലെ മക്കൾക്ക് അവകാശമുണ്ട്. അത് നിങ്ങൾ ബോധ്യപ്പെടുത്തിയേ മതിയാവൂ. കോർപ്പറേറ്റുകളുടെയും സംഘടിത ശക്തികളുടെയും മുന്നിൽ എല്ലാം മറക്കുന്ന ഉമ്മൻചാണ്ടി പാവങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടെന്ന് മറക്കരുതെന്നും കാതോലിക്ക ബാവ ആഞ്ഞടിച്ചു. ഈ സംവരണമില്ലാത്തവരുടെ വോട്ട് കൂടി നേടി MLA സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ജില്ലയിലെ MLA-മാര് കൂടി ശ്രദ്ധിക്കുന്നത് കൊള്ളാം. ഇവരുടെ കയ്യിൽ ഇപ്പോഴും വോട്ടവകാശമുണ്ട്.
സംവരണത്തിനായി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപടിയുണ്ടാവണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട അദ്ദേഹം ഇല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവർ സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ഓർമ്മിപ്പിച്ചു. നീതി കിട്ടിയില്ലെങ്കിൽ വോട്ടിന്റെ വില യഥാസമയം കാണിച്ചു കൊടുക്കണമെന്ന സഭാവിശ്വാസികളെ ആഹ്വാനം ചെയ്താണ് കാതോലിക്ക ബാവ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യത്തെ അനുകൂലിക്കുന്നവർക്ക് വോട്ടില്ലെന്ന് ആർച്ച് ബിഷപ്പ് സൂസെപ്പാക്യം. തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മദ്യനയം വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർവകലാശാലകളെ RSS കേന്ദ്രങ്ങളാക്കുന്ന അതിനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് DYFI ഇടത് വിദ്യാർത്ഥി സംഘടനകളുമായി ചേർന്ന് രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 27-ന് DYFI മനുഷ്യച്ചങ്ങല തീർക്കും. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റ സംഭവം ഞെട്ടലുണ്ടാക്കുന്നതാണെന്ന് പിണറായി വിജയൻ. കർണാടകവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ വേണ്ടത് ചെയ്യണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് ബീഫ് കഴിച്ചു എന്നാരോപിച്ച് 3 മലയാളി വിദ്യാർത്ഥികളെ ബംഗളൂരുവിൽ ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി ആക്രമിച്ചത്. പൊതുമേഖലാ ബാങ്കുകളിലെ പ്രതിസന്ധി പരിഹരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ ബാങ്ക് ബോർഡ് ബ്യൂറോയ്ക്ക് രൂപം നൽകി. പൊതുമേഖലാ ബാങ്കുകളിൽ സർക്കാർ നിക്ഷേപം ബാങ്ക് ബോർഡ് ബ്യൂറോ വഴിയാകും നടത്തുന്നത്. മുൻ CAG വിനോദ് റായിയാണ് ബോർഡിന്റെ അധ്യക്ഷൻ. NDA സർക്കാരിന്റെ രണ്ടാമത്തെ പൂർണ്ണ ബഡ്ജറ്റ് നാളെ 11 മണിയോടെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. സ്വകാര്യവൽക്കരണത്തിന് ബജറ്റിൽ ഊന്നൽ നൽകും. 1 കോടി വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 7ാം ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ച 23.5% ശമ്പള വർധനവ്, 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കണ്ടെത്തേണ്ട അധിക വരുമാനം, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച കർഷകർക്കുള്ള വിള ഇൻഷുറൻസ് പദ്ധതി എന്നിവയ്ക്ക് വേണ്ട അധിക വിഭവ സമാഹരണമാണ് ഈ ബഡ്ജറ്റിൽ ധനമന്ത്രാലയം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. 1.25 ലക്ഷം കോടി രൂപയുടെ അധിക ഭാരം നിലവിലുണ്ടെന്ന് മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. പക്ഷേ ആഗോള വിപണിയിലെ എണ്ണവിലയിടിവ് അരുൺ ജെയ്റ്റ്ലിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള എല്ലാ മേഖലകളിലും സ്വകാര്യവൽക്കരണത്തിലുള്ള സൗകര്യം ആദ്യത്തെ ഇടക്കാല ബഡ്ജറ്റ് മുതൽ ജെയ്റ്റ്ലി ആരംഭിച്ചതാണ്. ഇതിനു മുന്നോടിയായാണ് 30% കോർപ്പറേറ്റ് നികുതി 5% കുറച്ച് 25% കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. അത് വീണ്ടും കുറയ്ക്കുന്ന പ്രഖ്യാപനം ഇത്തവണത്തെ ബഡ്ജറ്റിലും ജെയ്റ്റ്ലി ഉൾപ്പെടുത്തും. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ശ്രമങ്ങൾ തുടരും. നികുതി മേഖലയിലെ നിയമപരിഷ്കരണമാണ് പ്രധാന ലക്ഷ്യം. ആദായ നികുതി പരിധി ഉയർത്തില്ല. മോദി പദ്ധതികളായ മേക്ക് ഇൻ ഇന്ത്യ, സ്വച്ഛ് ഭാരത്, ഗംഗാ ശുചീകരണ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടുതൽ കേന്ദ്ര സഹായമുണ്ടാകും. സബ്സിഡി ഗ്യാസുകളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം പുറത്തിറക്കിയ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഗ്യാസ് സബ്സിഡിയുടെ എണ്ണം 9 കുറയ്ക്കണമെന്നാണ് നിർദ്ദേശിച്ചത്. ഇത് ബഡ്ജറ്റ് അംഗീകരിച്ചാൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയാകും. റബ്ബർ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇത്തവണയും പരിഗണിക്കില്ല. പൊതുമേഖലാ ബാങ്കുകളിൽ കോർപ്പറേറ്റുകൾ ഉണ്ടാക്കിയ കിട്ടാക്കടം വൻ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നതായി റിസർവ് ബാങ്ക് ഗവർണർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ അരുൺ ജെയ്റ്റ്ലി ബഡ്ജറ്റിൽ എന്ത് പരാമർശം നടത്തും എന്നതും നിർണായകം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഒറ്റ രാത്രി കൊണ്ട് സ്വന്തം കുടുംബത്തിലെ 14 പേരെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്തു. താനയിലാണ് സംഭവം. കൊല്ലപ്പെട്ടവരിൽ 7 കുട്ടികളുമുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ സ്വത്ത് തർക്കമാണെന്ന് പോലീസ് അറിയിച്ചു. രാജേഷ് പിള്ളയ്ക്ക് മലയാളത്തിന്റെ അന്ത്യാഞ്ജലി. രവിപുരത്തെ ശ്മശാനത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ. മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സിനിമ, സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ അന്തരിച്ച സംവിധായകൻ രാജേഷ് പിള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയും ജങ്ക് ഫുഡിൻ്റെയും ഇരയാണെന്ന് സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശീതളപാനീയങ്ങളുടെ അമിത ഉപയോഗമാണ് രാജേഷിനെ കരൾ രോഗത്തിന് അടിമയാക്കിയതെന്നും ദിവസം 30 കുപ്പി വരെ കുടിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സുഹൃത്ത് പറയുന്നു. പുകവലിയോ തുടങ്ങിയ ദുശീലങ്ങളൊന്നുമില്ലാത്ത രാജേഷ് പിള്ളയുടെ അകാല വിയോഗത്തിന് കാരണം കരൾ രോഗമായിരുന്നുവെന്നത് ചലച്ചിത്ര ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. ഇതിനിടെയാണ് ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ സോഫ്റ്റ് ഡ്രിങ്ക് ഉപയോഗമാണ് രാജേഷിനെ കരൾ രോഗത്തിന് അടിമയാക്കിയത് എന്ന വിശദീകരണവുമായി സുബ്രഹ്മണ്യൻ സുകുമാരൻ എന്ന സുഹൃത്ത് ഫേസ്ബുക്ക് വഴി രംഗത്തെത്തിയത്. രാജേഷ് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തതായി ആരും തന്നെ പറഞ്ഞു കേട്ടിട്ടില്ല. രോഗം കുറച്ചൊന്ന് മാറി നിൽക്കാൻ തുടങ്ങിയ സമയത്ത് രോഗിയാവാൻ ഇടയാക്കിയ കാരണങ്ങളെക്കുറിച്ച് രാജേഷ് ചിലത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്തു കഴിഞ്ഞ സമയത്ത് നിർമ്മാതാവ് ഒരുക്കിക്കൊടുത്ത താമസ സ്ഥലത്തിനടുത്ത് ആകെയുണ്ടായിരുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ഭക്ഷണശാല മാത്രമായിരുന്നു.
ശരീരപ്രകൃതി അതായതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വലിയ ഉപേക്ഷയൊന്നും കാണിച്ചതുമില്ല. ഒരു ദിവസം 30 കുപ്പി വരെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് രോഗനിർണയം ചെയ്ത ഡോക്ടർമാർ രോഗകാരണമായി കണ്ടെത്തിയതും ഈ ഭക്ഷണരീതി തന്നെയായിരുന്നു. കരൾ രോഗങ്ങളുടെ പ്രധാന വില്ലൻ മദ്യമാണെന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ കരളിന്റെ ആരോഗ്യം തകർക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും കാർബണേറ്റഡ് പാനീയങ്ങളും ഒട്ടും പിന്നിലല്ല. മറ്റു പോഷകങ്ങളൊന്നുമില്ലാതെ MD കാലറികൾ മാത്രമാണ് മിക്ക സോഫ്റ്റ് ഡ്രിങ്ക്സിലുമുള്ളത്. ഇത് കൊഴുപ്പായി കരളിൽ അടിഞ്ഞുകൂടുകയും ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ശരിയായ മരുന്നോ ഭക്ഷണശീലമോ പാലിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസ് പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് ഇത് വഴിമാറുന്നു. ഇൻസുലിൻ പ്രതിരോധം കൂടുകയും പ്രമേഹത്തിനും അമിതവണ്ണത്തിനും ഇത് കാരണമാവുകയും ചെയ്യുന്നു. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗം മൂലം നിരവധി രോഗങ്ങളും മരണങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത് ശ്രദ്ധിക്കപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നിശബ്ദനായ കൊലയാളിയായി മറഞ്ഞിരിക്കുന്നു. ഏതായാലും പ്രതിഭാധനനായ ഈ യുവ സംവിധായകനെ മരണം വെറുതെ കവർന്നെടുക്കുകയായിരുന്നില്ല. സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ജങ്ക് ഫുഡ്സുകളും ചേർന്ന് വേട്ടയാടുകയായിരുന്നുവെന്ന് പറയാം. ന്യൂസ് ഡെസ്ക്. ചലച്ചിത്രങ്ങളിലെയും ഡോക്യുമെൻ്ററികളിലെയും ശബ്ദ മിശ്രണത്തിനുള്ള പ്രശസ്തമായ ഗോൾഡൻ റീൽ പുരസ്കാരം റസൂൽ പൂക്കുട്ടിക്ക്. ഇന്ത്യാസ് ഡോട്ടർ എന്ന ഡോക്യുമെൻ്ററിക്കാണ് പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് റസൂൽ പൂക്കുട്ടി. 2012 ഡിസംബർ 16 ദില്ലിയിൽ ഓടുന്ന ബസ്സിൽ പീഡനത്തിന് ഇരയായി മരിച്ച പെൺകുട്ടിയുടെ ജീവിതമാണ് ഇന്ത്യാസ് ഡോട്ടർ എന്ന ഡോക്യുമെൻ്ററി. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 1000 പേർ അണിനിരക്കുന്ന കരാട്ടെ പ്രദർശനം തിരുവനന്തപുരത്ത് സുനിൽ ആര്യമാനൂർ ചേരുന്നു. സുനിൽ, വിവരങ്ങൾ. ഹരി, ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് യോഗ സ്റ്റഡി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് വേൾഡ് റെക്കോർഡ് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു മാസ് കരോട്ടെ പെർഫോമൻസ് ഇവിടെ നടക്കുന്നത്. കരോട്ടെ ഡെമോൺസ്ട്രേഷൻ നേരത്തെ തന്നെ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഓരോ ജില്ലകളിൽ നിന്നുള്ള വിവിധ ഗ്രൂപ്പുകൾ തിരിച്ചുള്ള അവരുടെ കരോട്ടെ പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും മുഖ്യാതിഥി സിനിമാ താരം കൂടെ ബാബു ആൻ്റണി മുഖ്യാതിഥിയായി എത്തുകയും ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നത്. 1000 പേരാണ് ഇവിടെ ഈ ഒരു കരോട്ടെ മാസ് കരോട്ടെ ഡെമോൺസ്ട്രേഷന് വേണ്ടി പെർഫോം ചെയ്യുന്നത്. ഈ 1000 പേര് വിവിധ ജില്ലകളിൽ നിന്ന് പ്രത്യേക പരിശീലനം കരോട്ടയിൽ ലഭിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു പ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് കാണാൻ വേണ്ടി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അടക്കമുള്ള CPMൻ്റെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി നേതാക്കളും അതോടൊപ്പം തന്നെ ജില്ലാ നേതാക്കളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും ഓരോ ജില്ലകളിൽ നിന്നുള്ളവരുടെ പ്രകടനം ഇപ്പോൾ സ്റ്റേജിൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഈ 1000 പേരുടെ പെർഫോമൻസ് വീണ്ടും ഇവിടെ നടക്കും. ശരി.